ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാരിക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കൊമ്പൻ ദാവൂദുമായിട്ടാണ്. ഗൈസ്, നമുക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോകണം. അത് തന്നെ. പക്ഷേ ഇവർ ട്രിപ്പ് എടുത്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫ് റോഡൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അല്ലേ ചെയ്യാനേ? ഇപ്പോൾ എന്തിന് തുടക്കത്തിൽ തന്നെ ഒരു ഐശ്വര്യം. അത് തന്നെ ഗൈസ്, തുടക്കത്തിൽ തന്നെ വണ്ടിയുടെ അടി തട്ടി. അപ്പോൾ നമുക്ക് വലിയ പറ്റാറുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിതേ ഇങ്ങനെ പയ്യനെ വളച്ചെടുക്കാം. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഗൈസ്, സേഫാണ് വണ്ടി അല്ലേ? പിന്നെ ആദ്യത്തെ ഇൻട്രോയിൽ കുറച്ച് സൗണ്ട് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് തന്നെ. നമുക്കപ്പോൾ നേരെ പെട്രോൾ അടിക്കണ്ട. 124 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൾക്കാരെടുക്കാൻ വേണം ഗൈസ്. ഗൈസ്, ഇവർ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓഫ് റോഡൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് തോന്നണത് അല്ലേ ചെയ്യാനേ? അപ്പോൾ ഗൈസ്, നമുക്ക് പയ്യനെ ഇങ്ങനെ പോകാം. ഈ ചില്ലിൻ്റെ സ്റ്റിക്കർ ഒന്ന് പറിച്ച് കളയണം ഗൈസ്. ഇതേ നമുക്കപ്പോൾ നേരെ ഇവരങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് പോകാം. സൈഡ് എന്റെ പൊന്നോ, സൈഡ് മിറർ എന്തായാലും പൊട്ടു. പ്രൊഫഷണൽ ഡ്രൈവറായി. ഓക്കെ ഓക്കെ. എവിടെ ഇടിച്ച്? ഓക്കെ ഓക്കെ. തള്ളിയാണ് മറിക്കണേ ഗൈസ്. സ്കൂൾ ട്രിപ്പ് ആണോ ചെയ്യാന്? അശ്ശേ, ചെയ്യാനോ ആൾക്കാരൊക്കെ ഉണ്ട്. ചെല്ലി ചെയ്യാനേ. ഇപ്പോൾ ഇവനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം കയറ്റി കഴിഞ്ഞു. അങ്ങനെ കൊട്ടിക്കഴിഞ്ഞാ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടെ നിന്ന് നേരെ വീട്ടില് ഇവരെ പറയണ സ്ഥലത്തോട്ടാക്കണം. ചെക്കനെ വൈബാക്കി കൊടുത്തേക്കണം. ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അയ്യോ, പൈസ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഇച്ചിരി പവർ കുറവ് ഗൈസ്. നമ്മുടെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഏതാണ്ട് ഒരു മോൺസ്റ്റർ ഫ്രണ്ടിൽ. അത് ഞാൻ ഏതാണ് ഉദ്ദേശിച്ചത്? ബസ്സിന്റെ ഉള്ളിൽ ആ കൊമ്പൻ്റെ അവിടെ ഇതൊക്കെ കണ്ട എവിടെ? അത് മോൺസ്റ്റർ അല്ലടാ, മെഴുകുതിരിയാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫിക്സൽ വർക്കാണ് ഈ ബസ്സിൽ കൂടുതലും ഉള്ളത്. അതാണ് ഈ ചക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞ. അങ്ങനെ യാത്രയൊക്കെ ആയിട്ടുണ്ട്. സിയാനെ പേടിച്ച് നോക്കിയിരുന്നോ? അല്ല കോക്കാച്ചിയും പിടിച്ചോണ്ട് പോകുന്നു. നമുക്ക് ഇനി ഇവിടെ നിന്ന് സിഗ്നൽ, അല്ലെങ്കിൽ നമ്മൾ സിഗ്നൽ പാലിക്കാറൊന്നുമില്ല. അതാണ് നേരെ ഒറ്റ വളങ്ങാട്. അയ്യോ ഒറ്റ വളടക്കുമ്പോ ജസ്റ്റ് ഒന്ന്. അതെന്ത് സാധനോടാ അങ്ങനെ ചാഞ്ഞിരിക്കണ? പുതിയ അപ്ഡേറ്റ് അല്ലേ? അപ്പോൾ ഈ ബസ് വിളിച്ചത് പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമുക്ക് സിഗ്നലൊന്നുമില്ല. നമുക്ക് അങ്ങനെ വളച്ചെടുത്തൊക്കെ പോവാം. ഒരു സീനുമില്ല. അങ്ങനെ ബസ് പോയി മറിഞ്ഞു വീഴുമ്പോ സിയാൻ ശരിയാക്കാൻ പൈസ തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സമ്മതം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരം പിടിച്ച് ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് എത്തിയത് അല്ലേ ചെയ്യാൻ? രാവിലെ ആയിട്ടുണ്ട്. അത് ഇപ്പം തന്നെ യാത്രയാവുന്നതാണ് ബസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ. പൈസ നമുക്ക് ഇനി നേരെ പോകാം. ഇവര് ഏത് സ്ഥലമുണ്ട് വന്നേക്കണം? ആർക്കറിയാം. അപ്പോൾ പൈസ നമുക്ക് പോകാം. ഇവര് പറയണ ഇവിടെ ഭയങ്കര ഓഫ് റോഡൊക്കെ ആണെന്നാണ്. ഓഫ് റോഡാണ് പറപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നണത് അടി തട്ടുമെന്നൊക്കെയാണ് ഗൈസ്. ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ ബസ്സിനല്ല വേറൊരു ബസ്സിന് വന്നിട്ടുണ്ട്. ഞാനിവിടെ അടി തട്ടണ ഓഫ് റോഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മ ചെറുതായിട്ട് വന്നതൊന്ന് മാറിപ്പോയിട്ടുണ്ട്. റൂട്ട് മാറിപ്പോയതാണ് ഗൈസ്. ശരിയാണ്ടാ ഗൈസ്, ആരാണ്ട് വളി വിട്ടാറുണ്ട്. ആ ജില്ലക്കാന്ന് തുറന്നിട്ട് ഞാൻ എൻ്റെ പോനോ വൈപ്പറൊക്കെ എന്തിനാണ്ട് ഓണാക്കിയിട്ടാണ് ഇങ്ങോട്ട് വളാം. ഗൈസ്, നമുക്ക് നമ്മൾക്ക് പോകാനുള്ള വഴി ഏതാന്നാണ് ഗൈസ് നമ്മ ഇപ്പം നോക്കണത്. നേരെ എടുത്ത് റൈറ്റ് എടുത്തോ, ലെഫ്റ്റ് എടുത്തോ, ഗൈസ് നമുക്കപ്പോൾ പയ്യനെ ഇങ്ങനെ വളച്ചൊക്കെ പോകാം ഗൈസ്. പെട്ട് ഇത് നമ്മ എങ്ങനെ കയറ്റും? അതാണ് എൻ്റെ ചോദ്യം. ഇതെങ്ങനെ കയറ്റും? ആ കുഞ്ഞു വണ്ടി പോലും പേടിച്ചിരിക്കണേ. ഇല്ലല്ലോ ഗൈസ്, എനിക്ക് തോന്നണം ഈ വണ്ടി കയറണം. തട്ടി ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ വണ്ടി കയറുന്നു. എനിക്ക് തോന്നുന്നു. നോക്കാന്ന്
ഓ ഗൈസ് അടി തട്ടിയാരുണ്ടായില്ല ഇപ്പൊ തട്ടിക്കാൻ വേണ്ടി നോക്കാം. ഗൈസ് ബാക്ക് ഇടിച്ചു ഗൈസ് താഴത്ത്. ഇടിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ തീർന്നു. ഇല്ല നമുക്ക് ട്രിക്ക് എടുക്കാം. വളച്ചു കയറ്റി. അത് തന്നെ നമുക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റുമായിരിക്കും ഗൈസ്. ഇല്ലില്ല കേറിയില്ല. കേറി ഗൈസ്. ഞാൻ പേടിച്ചിട്ടാ. ഞാൻ വിചാരിച്ച് കയറൂലെന്നാണ്. ഈ സീനില്ല നമുക്ക്. ഇനി അങ്ങോട്ട് പയ്യനങ്ങാട്ട് പോകാം അല്ലേ ചെയ്യാനേ? അതെ. ബാക്കിൽ ആൾക്കാർക്ക് സീനൊന്നും ഇല്ലല്ലോന്ന് ചോദിച്ചേ. ഹലോ സീനുണ്ട്. ഇത് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ടാറിട്ട് വെച്ചേക്കണേ. എനിക്ക് അത്ര കുഴിയായിട്ടൊന്നും തോന്നണില്ല അല്ലേ ചെയ്യാനേ? അത് തന്നെ. അപ്പോൾ നമുക്ക് സീനില്ല. അപ്പോൾ നമുക്ക് പയ്യനങ്ങാട് പോകാം അല്ലേ ചെയ്യാനേ? അതെ. ഇവിടെ ഒരു ചെറിയൊരു കയറ്റം വന്നിട്ടുണ്ട്. ചേട്ടാ അവിടെ ഭയങ്കര കുഴിയാണോ? ഇല്ലോ പോലെ. ഓക്കെ ഗൈസ്. അപ്പോൾ സീനില്ലെന്നൊക്കെയാണ് പറയണ. വലിയ ചേട്ടൻ തന്നെ സ്പീഡിൽ ഒന്ന് ഒറ്റ ബ്രേക്ക് പിടിച്ചായിട്ട് വളച്ചോണ്ട് സ്മൂത്ത്. വെരി സ്മൂത്ത്. ഓക്കെ നമുക്ക് സീനില്ല. പയ്യനെയൊക്കെ പോകാം അല്ലേ? അതെ ഗൈസ് അങ്ങനെ വലിയ ഓഫ് റോഡൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അല്ലേ ചെയ്യാനേ? അതെ. അപ്പോൾ ഗൈസ് ചെയ്യാൻ്റെ ഒരു ഗാനമുണ്ട്. എല്ലാത്തിനെയും കൊല്ലാനുള്ള ഒരു ഗാനം അല്ലേ ചെയ്യാനേ? ഇല്ല. ഞാൻ കണ്ട് ഗൈസ്. ഇന്നലെ ഒരു വാർത്ത വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ചെക്കൻ പാട്ടുപാടി എല്ലാത്തിനെയും കൊന്നെന്ന്. ഇന്നലെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. അതിലെല്ലാവരെയും കൊന്നു ചെയ്യാൻ. അപ്പോൾ ബാക്കിലെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചേ നിന്റെ ഫാൻസ് ഉണ്ടാവും ചിലപ്പോൾ. ഓ എവിടെ ഫാൻസ് ഉണ്ട് എവിച്ചിട്ടോ പട്ടുപാട് വെച്ചിട്ടോ? അതെ ഫാൻ എന്താ വന്നത് കറങ്ങിക്ക്. എടോ ചേട്ടോ ഒന്ന് ഇങ്ങനത്തെ കോമഡിയൊക്കെ അടിക്കണം. അവരൊക്കെ പാട്ടോ ആടിയോ അല്ലെങ്കിൽ ഇറക്കി വിടിഞ്ഞേ. നീ എന്നെ ഇറക്കി വിട്. അയ്യോ ഇത് എൻ്റെ ബസ്സല്ല തന്നെയല്ലേ? എൻ്റെ ബസ്സായി ഞാൻ ഇറക്കി വിട്ടാനെ ചേട്ടനെ. അപ്പോൾ ചേട്ടൻ്റെ ബസ്സായി പോയില്ലേ? അപ്പോൾ ചെയ്യാനേ ചെക്കന്മാരി പാട്ടുപാടി എല്ലാത്തിനെയും ബോധം കെടുത്തി കൊടുത്തു. അയ്യോ ഗൈസ് ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്. നമ്മളെ പൊളിച്ചെടുക്കാനും പുതിയൊരു വീഡിയോസ് നമ്മൾ ആവുന്നത്. നമ്മൾ അക്കു ഇന്നില്ലാത്തതുകൊണ്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ വ്ലോഗ് എടുക്കണേ നിങ്ങൾ മിണ്ടരുത് കേട്ടോ. ഓക്കെ അക്കു എന്നാലും ഇല്ലാത്തൊരു ശോകമാണ്. അവൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇവന്റെ വീട് തുടർന്നല്ലേ? ഇവന്റെ വീട് ഇവിടെ നിന്നല്ല. നമുക്ക് നാളെ ഒരു ട്രിപ്പില്ല ഓക്കെ. അപ്പോൾ പാട്ട് കാണാം. ഹലോ മൈ ടെസ്റ്റിംഗ് യോ 1 2 3 ഡോണറ്റ്. അതന്നെ. അപ്പം ലെഫ്റ്റ് ദ റൈറ്റ് കാക്ക വന്നിട്ട് പറന്നു പോയി. ലെഫ്റ്റ് ദ റൈറ്റ് ബസ് വളക്കുന്നു. നേരെ ഒരു മല കാണാം. ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് അമ്മ രക്ഷപ്പെട്ട്. അവിടെ എന്താണ് എന്താണ് ബാക്കിലെ ചെക്കന്മാരൊക്കെ കാണാൻ ചിരിക്കണോ നിന്റെ പാട്ട് കേട്ടിട്ട്? അപ്പോൾ കുഴപ്പമില്ല. ബാക്കി കണ്ടിന്യൂ ചെയ്തു. ലെഫ്റ്റ് ദ റൈറ്റ് കൊതുകിനെ അടിച്ചു കൊല്ലണോ? കൊതുകടിക്കുമ്പോൾ ഒരു സുഖമില്ല. കൊതുകടിക്കുമ്പോൾ ഒരു സുഖമില്ല. എല്ലാവരും ഓടാ. കൊതുകും കുട്ടമ്മഞ്ഞ് നിങ്ങളെ തിന്നും. കൊതുക് തിന്നും നിങ്ങളെ തിന്നും. ഹാപ്പി ബർത്ത്ഡേ കൊതുക്. ഇപ്പോൾ അങ്ങനെ നമ്മളെ ചെയ്യാതെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എടാ ബാക്കിലെല്ലാവർക്കും ജീവനുണ്ടാന്ന് ചോദിച്ചേ. ആരെങ്കിലും ജീവനുണ്ടോ? ഒന്ന് പോണോ? ഒലക്ക പാട്ടും പാടി ഞങ്ങൾ കൊല്ലാൻ നോക്കണോ നീ? ഇല്ല. പിന്നെ മരിപ്പിക്കാൻ നോക്കണം. എന്തൊക്കെയാണ് പറയണം? മരിപ്പ് കഴിഞ്ഞ് പല്ലായിട്ട് ഇറങ്ങിപ്പോവാൻ. എന്ത് കെട്ടാ മരിപ്പ് കഴിഞ്ഞ എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാൻ ഇടിച്ചു അങ്ങോട്ട്. എന്ത് കട്ട്? പൈസക്ക് പയ്യനെ പോകാം. ഇവിടെ ഭയങ്കര ഗൈസ് ഇത് അമ്മയ്ക്ക് വെച്ച വോൾ റൈഡ് മരണക്കിണർ. നമ്മുടെ ബസ്സിന് ചെറിയ ലാഗ് വന്നിട്ടുണ്ട്. എന്താന്നാവോ അല്ലേ ചെയ്യാനേ? അതന്നെ. അപ്പൊ നമുക്കന്നത് നോക്കണേ ഇപ്പൊ. വേണ്ട. അപ്പൊ ഗൈസ് നമുക്ക് പയ്യനെ വളച്ചെടുക്കാം. അല്ലെങ്കിൽ ചട്ടിയാണ്. കാരണം വണ്ടിയുടെ ബാക്ക് ഇടിച്ച് പൊളിഞ്ഞ്. എന്നെ കൂട്ടാണ്ട് ചട്ടിയിൽ ചോറ് കഴിച്ചാ? അത് ഞാൻ നേരത്തെ കഴിച്ചണ്ട. കഴിഞ്ഞ വർഷം കഴിച്ചേ. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഇല്ലല്ലോ. അത് തന്നെ വ്യൂ പോയിന്റ് ഉണ്ട് ഗൈസ്.
ഇവിടെ നിന്ന് അങ്ങോട്ട് കൊക്കേണ്ട് ചെയ്യാൻ തള്ളിയിട്ട കൊള്ളാമെന്നുണ്ട് എനിക്ക്. പക്ഷെ നിനക്ക് ഇറങ്ങിയിട്ട് എന്നെ വലിക്കാൻ പറ്റൂല. അത് തന്നെ. ആ ഡോർ ഇറങ്ങണ 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 ഡോർ ഇറക്കണ ആ ഇറങ്ങടാ. നീല ഡോർ ഇറക്കണ്ട. അത് ശരിയാണല്ലേ. എടാ വീണ്ടും ആരൊക്കെ തിരിക്കണം. ആരാടാ അത്? തല അടിച്ചാൽ പൊളിക്കോ അവൻ്റെ. ആ അതെ ഞാൻ പൊട്ടിക്കാം. ഞാൻ വെറുതെ പറഞ്ഞ് സിയാങ്ങളെന്ന് ചോദിച്ചിട്ടേ വേറെ ആൾക്കാരൊക്കെ ശരിയെന്ന് പറയും. എന്ത് ചെക്കനാടാ നീ? പൈസ നമുക്ക് പയ്യനെ അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് നേരെ ഇനി കുറച്ച് എടാ വട എടുത്ത് തിന്ന് കഴിഞ്ഞല്ലേടാ നീ? ആ ഇല്ല. ആ ഗൈസ് ഞാൻ അവൻ കാണാണ്ട് കുറച്ച് ഉള്ളിവടയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ കാണാണ്ട് ഇനി എങ്ങനെയും കഴിക്കണം. എടാ സിയാനേ, നീ ഇച്ചിരി ഇവിടെ നിൽക്കോ? എവിടെ? ഇവിടെ ഞാൻ കാട്ടിലൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് പോയിട്ടൊക്കെ ഞാനും വരാം. വേണ്ട, നീ ഇവിടെ ഉള്ളിവട തന്നാ മതി. എടാ നീ അതങ്ങനെ വേണ്ടി? ഞാൻ കണ്ടില്ല. അപ്പൊ കള്ള നിന്റെയിലുണ്ടല്ലേ? അപ്പത്തേക്കും നീ എങ്ങനെ കണ്ടേ? ആ കൊള്ളാട്ട. അപ്പൊ നമ്മളൊക്കെ ഒന്ന് വിട്ടിട്ട് തിന്നാൻ പോണേ. ആ നീ ഇച്ചിരി ഇവിടെ ഞാൻ തിന്നിട്ടേ. ആ ചെല്ലന്ന് ഞാൻ ബസ് കൊണ്ടുപോവാ. ആ എന്നാ ശരി, എനിക്കൊരു ടാക്സി ബുക്ക് ചെയ്താന്നിട്ട് പോക്കോ. ആ നാളെ തരാം. ശരി. അപ്പൊ ഞാൻ എന്താ റോട്ടി കിടക്കണ. അതന്നെ. എന്നാ ശരി, ഒരു 50,000 രൂപ ഞാൻ ഈ 50 ഒരു 2 കോടി രൂപ ഈ ഗ്രാമം തന്നെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. അയ്യോ ഈ ഗ്രാമം വാങ്ങിച്ചോ. ഞാൻ നിന്റെ കിഡ്നി വിറ്റു. കിഡ്നി വിറ്റപ്പോ ഒരു 10 പൈസ തരില്ല. ഗൈസ് ഇവൻ എൻ്റെ കിഡ്നിയെ കഴിക്കുമെന്നാണ് പറയണത്. ഇവൻ കാണാണ്ട് ഇവൻ്റെ കിഡ്നി എങ്ങനെയെങ്കിലും എടുത്ത് വിൽക്കണം ഗൈസ്. അതിന് നിനക്ക് ഞാൻ മയക്കി എന്നാ എൻ്റെ പൊന്നു, ഞാൻ പറയണത് നീ എങ്ങനെയാണ്ട് കേൾക്കണ? മിന്നാണ്ടിക്ക ഗൈസ്. ഇവൻ എന്തൊക്കെയോ പിച്ചും പയ്യൻ പറയുന്നുണ്ട്. എടാ കസ്റ്റമേഴ്സ് കറുത്ത മാസോ? കസ്റ്റമേഴ്സ്. ഓക്കെ ഗൈസ്, കസ്റ്റമേഴ്സ് ഒടുക്കത്തെ ഉറക്കമാണ്. എന്താണ് കസ്റ്റമേഴ്സ് പരിപാടി? ഉറക്കം ചായ എടുത്ത് കുടിക്കണം. മിണ്ടാണ്ടിക്ക ഇവിടെ ഒരു വ്യൂ പോയിന്റും ഇല്ല. സാറ് എന്ത് പരിപാടി കാണിച്ചതാ? അതെ ഈ പൊട്ട സ്ഥലത്താണ് ഞങ്ങളൊക്കെ ട്രിപ്പ് കൊണ്ടുവന്ന. എടാ മക്കളെ, ഈ സ്ഥലം അല്ലപ്പ സ്ഥലമുണ്ടാ? ഇതൊക്കെ നോക്ക്, മലയൊക്കെ നോക്ക് നീയൊക്കെ. എന്താടാ ആ പിള്ളേർ പറയണ? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല അവർക്ക്? നിന്നെ ഇഷ്ടപ്പെട്ടില്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഈ സ്ഥലവും ഇഷ്ടപ്പെട്ടില്ല, ഈ റോഡും ഇഷ്ടപ്പെട്ടില്ല, ഈ ബസ്സും ഇഷ്ടപ്പെട്ടില്ല, ഈ AC ഇഷ്ടപ്പെട്ടില്ല, ഈ ബസ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയരുത്. ഞാൻ അവരെ അങ്ങോട്ട് ഇറക്കി വിടുന്നതാണ്. അങ്ങനെ പറയരുത് പിള്ളേര്. സിയാന ആ വണ്ടി കയറ്റി ഞാൻ പറഞ്ഞു വിടും. എവിടേക്കാന്നറിയാവാ? സ്വർഗത്തിലോട്ട്. എന്നാ നീ പോയിട്ട് വാ സ്വർഗത്തിൽ. നിഞ്ഞാക്കാൻ ഞാൻ എവിടെ കൊണ്ടുവിടണം? ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണം. പോയി നമുക്കിനി നേരെ ഒറ്റ വളം അങ്ങോട്ട് വളക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ തലടിച്ച് വീഴുന്നു. അപ്പോൾ ഞാൻ തലടിച്ച് വീഴില്ല, കാരണം എനിക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഓക്കെ, എടാ നീ എന്നെ വിടറ. അയ്യോ ഞാൻ നിന്നെ വിട്ട്. ആക്സിലേറ്ററിൽ കയറിയാ വിട്ടത്. പൈസ നമുക്ക് പയ്യനെ വളച്ചെടുക്കാം കഴിച്ച. അവിടെ കുഴി ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോയപ്പോഴേ കുഴിക്കകത്താണ്. ഇവൻ ചരിച്ചു ഓടുന്നത്. ഈ കയറ്റം നമുക്ക് വളഞ്ഞാണ്ട പോണ്ട. പക്ഷെ നേരെ നമുക്ക് നേരെ പോയിട്ട് തിരിച്ച് വളച്ചോണ്ട് സ്പീഡ് വന്നിട്ട് നീ വളച്ച്. നോ താങ്ക്സ്, ആവശ്യമില്ല. വെറുതെ കസ്റ്റമേഴ്സിനെ കൂട്ടിയിട്ട് കൊല്ലണ്ട, വെറുതെ പെട്രോളും തീർക്കണ്ട. പെട്രോളിനൊക്കെ എന്ത് വിലയെന്നാ? അതന്നെ 2 രൂപന്ന്. പിന്നെ 2 രൂപ ആകെ ഞങ്ങൾ 10 കിലോമീറ്റർ ഓടിക്കുമല്ലോ ബസ് അല്ലേ ചെയ്യാന്? ആന്നേ നമുക്ക് 2 രൂപന്ന്. പൈസ ഈ മാപ്പിൽ ഈ പുള്ളിയുടെ അപ്പുറം തന്നെ പോവാൻ 1000 രൂപ വേണം. യെസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഈ മാപ്പിൻ്റെ ലിങ്ക് പറയുന്നതാണ് അല്ലേ ചെയ്യാൻ. എന്നാൽ പറഞ്ഞു കൊടുക്കണ്ടേ? സീക്രറ്റ് ആയിട്ട് വെക്കണം. സബ്സ്ക്രൈബേഴ്സിന് മാത്രം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അല്ലേ ചെയ്യാന്. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ലല്ലേ? ഇത്തിരി കൂടി പോകണ്ടല്ലേ? ഇവിടെ വെച്ച് പോകണ്ട, കുറച്ചും കൂടി അങ്ങോട്ട് പോകട്ടേന്നേ അല്ലേ ചെയ്യാന്. വേണ്ട വേണ്ട. പിന്നെ പിള്ളേരെ അകത്തിരുന്നിട്ട് കുലുക്കോണ്ട. അത് പോ, ഇവിടെ വണ്ടർലേ പോണ പോലെ റൈഡൊക്കെ ഇരിക്കണം. എന്റെ മുഖത്തൊന്നാലൊക്കെ ഊതണ്ട. അതാ ഞാൻ ഇച്ചിരി വളി വിട്ട് കൊടുത്ത ചെവിക്കകത്ത്. ഞാൻ വെറുതെ തന്നെ പടി.
ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് എടുക്കണം. നിന്റെ ചെവിക്ക് ആരാവെന്ന് ഊതണേന്ന് മനസ്സിലായേ? ഇല്ല. ഒരിക്കലുള്ള അവനുണ്ട് അതിൻ്റെ അകത്ത്. ആ മാച്ച് സാറ് കിടന്ന് ഉറങ്ങി കൂർക്കം വലിക്കാനാണ് ഗൈസ്. പിടിച്ച് പൊട്ടിയല്ല. ആ തലയിട്ടൊക്കെ നോക്കാറുണ്ട് മാച്ച് സാറിന്. ഞാൻ വല്ല മാച്ച് പഠിപ്പിച്ചിരുത്തു അവിടെ. ഇല്ല ഒട്ടിക്കളി. ഒട്ടിക്കളയോന്നാ? അയ്യോ ഗൈസ് സ്ലിപ്പൊക്കെ പറഞ്ഞ് പോകാണ്ടിരിക്കണം. നമ്മുടെ പയ്യൻ ബസ് ഒന്ന് പൊങ്ങിയാലും ഡ്രിഫ്റ്റ് ആയാലേ ഇപ്പൊ. ഓ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു കുന്തം വാങ്ങിക്കാം. സിയാന്റെ കുണ്ടിക്കട കിടക്കുന്ന കുത്തി കളിക്കാം. ഞാൻ വെറുതെ പറഞ്ഞ പടി. പൈസ നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോവാം. ഇതേടാ ഇവിടെ നമുക്ക് ടിപ്പറും ലോറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ചോ. നമുക്ക് നമ്മുടെ ബസ്സിൽ നിന്ന് ശരിയാക്കാൻ കൊടുത്തേക്കാം. നമ്മുടെ ഒരു ടയറിന് ഗൈസ്, അതായത് ഉള്ളിലൊരു ടയർ ഇരിക്കൊണ്ട്. അയ്യോ ഞാൻ ഡോറാണല്ലേ പിടിച്ചു പറഞ്ഞ. ഉള്ളിൽ നമ്മുടെ ബാറ്ററിയൊക്കെ ശരിയാക്കാനുള്ള പൈസ നമുക്ക് ഇവിടെ നിന്നൊന്ന് ശരിയാക്കിയിട്ടൊക്കെ പോകാം. അല്ലെങ്കിൽ ലൈറ്റൊക്കെ വേണ്ട ഗൈസ്. വലിയ അങ്ങോട്ട് പവറില്ലാത്തൊരു വെട്ടം പൈസ നമുക്ക് അങ്ങോട്ട് നേരെ വെച്ചില്ല. ചേട്ടാ ഒരു 5 രൂപ പൈസ. നമ്മളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കയറ്റി? ഇപ്പൊ കസ്റ്റമേഴ്സില്ലേ? ഓ മൈ ഗോഡ്, ഞാൻ കസ്റ്റമേഴ്സിനെ ഇറക്കാൻ മറന്നുപോയി ഗൈസ്. കസ്റ്റമേഴ്സ് വീട്ടിൽ പോയല്ലോ. എടാ ഇവിടേക്ക് പഴയ വണ്ടിയൊക്കെ വാങ്ങി പൊളിക്കാൻ കൊടുക്കണ സ്ഥലം തോന്നുന്നുണ്ട്. ഈ വണ്ടി നമുക്ക് പൊളിക്കാൻ കൊടുക്കണ്ട. ഒന്ന് പോടാ ചെക്ക. പൊളിക്കാൻ കൊടുക്കണ്ടെന്നല്ലേ നീ പറഞ്ഞ? ഇവിടെ ഒരു ടിപ്പറൊക്കെ ഇരിക്കൊണ്ട് നോക്കണേ. ചെയ്യാൻ്റെ ടിപ്പർ ഓടിക്കാൻ വിട്ടാലോ വാങ്ങിച്ചിട്ട്. നേരെ കൊക്കയാണോ? കൊക്കയായിരിക്കൂലേ? കൊക്കയില്ല. ഉറപ്പാണോ കൊക്കയല്ലെന്ന്? ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കൊക്കയാണെന്ന് ഗൈസ്. ഞാൻ ഒന്ന് പേടിച്ചട്ടെ ഗൈസ്. അയ്യോ വണ്ടി ഡ്രിഫ്റ്റ് ആയി പോകും. ഡ്രിഫ്റ്റ് അവിടെ ഗൈസ് നമ്മ വണ്ടി ഇപ്പം ഇറക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൂടിയാണ് ഗൈസ് ഇപ്പം ഇറക്കിയെടുത്തത് ഗൈസ്. ഇത് പറയാനുള്ളേ എൻ്റെ പൊന്നോ ഗൈസ്. ഇവിടെ നിന്നൊരു ഭയങ്കര വലിയൊരു ഇറക്കമുണ്ട്. ബസ് മറിയുക ഗൈസ്. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ബസ് മറിയാൻ ചാടിച്ചായില്ലേ സ്വർഗം വളരെ അടുത്ത്. പിന്നാണ്ടിക്കടാ ബസ് മറിയോന്ന് എനിക്കൊരു ഡൗട്ടാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ സ്വർഗം. ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു വിടട്ടെ? ഞാൻ വരൂല. നീ ഒറ്റക്ക് സ്വർഗം കണ്ടോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ജമ്മ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങനെ താഴ്ത്താലും അടിക്കാം. അപ്പോൾ ഓക്കെ ബൈ ഇതാ. അയ്യോ സ്വർഗത്തെത്തിക്കേ. അയ്യോ. അപ്പോൾ ഗൈസ് നമ്മ പിന്നെയും താഴ്ത്തെത്തിയിരിക്കുന്നു. പിന്നെയും നമ്മൾ താഴ്ത്താട്ടും പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ പേരാണ്. അപ്പോൾ ഓക്കെ ബൈ.